സ്വർഗീയ പിതാവേ, ഇപ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ഹൃദയത്തെയും നീ കാണുന്നവനാണ്. പുറമേ എല്ലാം ശരിയായിരിക്കുന്നത് പോലെ തോന്നുമ്പോഴും ഉള്ളിൽ ഒരു ശൂന്യത, ഒരു ഭാരം, ഒരു പറഞ്ഞറിയിക്കാനാകാത്ത വിഷമം. അത് നീ അറിയുന്നവനാണ്. കർത്താവേ, ചിലപ്പോൾ നമ്മൾ ചിരിക്കുമ്പോഴും ഉള്ളിൽ കരയുന്നവരാണ്. ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടവരായി തോന്നുന്നവരാണ്. സ്നേഹം തേടുമ്പോഴും അത് തെറ്റായ സ്ഥലങ്ങളിൽ അന്വേഷിക്കുന്നവരാണ്. ഇന്നിവിടെ ഈ നിമിഷത്തിൽ ആ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള വേദനയെ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, നീ പറഞ്ഞതുപോലെ എന്നിൽ പാർക്കുന്നവൻ ഫലം കായ്ക്കും. എന്നാൽ ഇന്ന് പലരും നിന്നിൽ നിന്ന് അകന്ന് ലോകത്തിൻ്റെ ശബ്ദങ്ങളിൽ വഴിതെറ്റിപ്പോയിരിക്കുകയാണ്. പ്രഭുവേ, ഇപ്പോൾ കേൾക്കുന്ന ഈ വ്യക്തിയോട് നീ മൃദുവായി സംസാരിക്കണമേ. നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോടൊപ്പമുണ്ട്. അവൻ, അവൾ അതനുഭവിക്കട്ടെ. കർത്താവേ, അവരുടെ മനസ്സിൽ അടങ്ങിയിരിക്കുന്ന ഭയം നീക്കണമേ. നാളെക്കുറിച്ചുള്ള ആശങ്കകൾ നീ ശാന്തമാക്കണമേ. ഞാൻ മതിയാകുന്നില്ല എന്ന ചിന്ത നീ തകർക്കണമേ. യേശുവേ, നിന്റെ സ്നേഹം ഒരു ആശ്വാസമല്ല, അത് ഒരു മാറ്റമാണ്. ഇപ്പോൾ ആ മാറ്റം ഈ ഹൃദയത്തിൽ ആരംഭിക്കട്ടെ. വേദനയുള്ളിടത്ത് സമാധാനം വരട്ടെ. കണ്ണീരുള്ളിടത്ത് ആശ്വാസം വരട്ടെ. ശൂന്യതയുള്ളിടത്ത് നിന്റെ സാന്നിധ്യം നിറയട്ടെ. പ്രഭുവേ, അവൻ, അവൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതായി തോന്നുന്ന എല്ലാം നിന്റെ സമയത്ത്, നിന്റെ രീതിയിൽ നീ പുനർസ്ഥാപിക്കണമേ. ഈ നിമിഷത്തിൽ അവരുടെ ഹൃദയം നിന്നിലേക്ക് തിരിയട്ടെ. അവർ പറയട്ടെ, യേശുവേ, എനിക്ക് നിന്നെ വേണം. ഞാൻ നിന്നിൽ പാർക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം നീ നൽകണമേ. ഇന്നു മുതൽ അവർ ഒറ്റപ്പെട്ടവരല്ല, അവർ നഷ്ടപ്പെട്ടവരല്ല, അവർ ഉപേക്ഷിക്കപ്പെട്ടവരുമല്ല. അവർ നിൻ്റെ മക്കളാണ്, നിൻ്റെ സ്നേഹത്തിൽ സുരക്ഷിതരാണ്. ഈ സത്യത്തിൽ അവർ നടക്കട്ടെ. ഈ പ്രത്യാശയിൽ അവർ ജീവിക്കട്ടെ. യേശുവിൻ്റെ അതിപവിത്ര നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ഇത് മറ്റൊരാളുമായി പങ്കുവയ്ക്കൂ. ഇന്നൊരാളുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാം. ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.